വാർദ്ധക്യം പിടിമുറുക്കുമ്പോൾ എന്ന എൻ്റെ പംക്തിയിലെ 6ാമത് എപ്പിസോഡാണിത്. തീരെ കിടപ്പിലായ രോഗികൾ, അവർക്ക് നൽകേണ്ട ശുശ്രൂഷ എങ്ങനെയായിരിക്കണം? നമ്മുടെ വീട്ടിലുള്ള ആളുകൾ തന്നെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവരെ ശുശ്രൂഷിക്കേണ്ടത് അവരുടെ ബന്ധുക്കൾ ആണ്, വിശേഷിച്ചും മക്കൾ, പേരക്കുട്ടികൾ, മരുമക്കൾ, ഇവരൊക്കെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ അവർക്ക് നല്ല സുഖമുണ്ടാകും. പ്രധാനമായി അവർക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ ഉണർന്നാൽ പല്ല് തേക്കണം. സാധിക്കുമോ കിടപ്പിലായ രോഗിക്ക്? ഇല്ല. പിന്നെ എന്തു ചെയ്യും? ചരിച്ചിരുത്തി വാ വിളർത്തി ചെറിയ ബ്രഷുണ്ട്, കുട്ടികൾക്ക് തേക്കുന്ന ബ്രഷില്ലേ, അതുകൊണ്ട് പതുക്കെ ഉരസി വായിലുള്ള അഴുക്കുകളെല്ലാം തുപ്പി കളയും. തുപ്പാനവർക്ക് ചിലപ്പോൾ കഴിവുണ്ടാവുകയില്ല. വെള്ളം വായിലൊഴിച്ചു കൊടുത്തിട്ട് അത് ഒഴുക്കിക്കളയുക എന്ന് പറയുന്നതാവും ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ വായ വൃത്തിയാക്കേണ്ടി വരും, അല്ലാതെ വേറെ മാർഗമില്ല. അത് കഴിഞ്ഞാൽ തീർച്ചയായും രോഗിക്ക് മൂത്രമൊഴിക്കുക, പിന്നെ മലവിസർജനം ചെയ്യുക എന്നിങ്ങനെ ഉണ്ടാവും. അങ്ങനെ വന്നാൽ നമ്മൾ എന്തു ചെയ്യും? കിടക്കുന്ന സ്ഥലത്ത് തന്നെ അതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പറ്റിയ ഒരുപാട് രീതികളുണ്ട്. ഒന്ന്, കിടക്കപ്പായിൽ തന്നെ വയ്ക്കാവുന്ന വെപ്പാനുകൾ കിട്ടും. വെപ്പാൻ എന്നുള്ളത് നമ്മുടെ ചന്തിയോട് ചേർത്ത് വയ്ക്കുന്ന ഒരു ദ്വാരമുള്ള വലിയ പാത്രമാണ്. പ്ലാസ്റ്റിക്കിൻ്റേത് കിട്ടും, മറ്റതും കിട്ടും. പ്ലാസ്റ്റിക്കിൻ്റേതാണ് നല്ലത്. അതാകുമ്പോൾ രോഗിക്ക് വേദനയൊന്നും എടുക്കുകയില്ല. അത് അടിയിലേക്ക് വെച്ച് കൊടുക്കും. അങ്ങനെ വെച്ച് കൊടുത്താൽ എന്ത് സംഭവിക്കും? മൂത്രമൊഴിക്കുകയോ അതല്ലെങ്കിൽ വെളിക്കിറങ്ങുകയോ ചെയ്യുമ്പോൾ അതിലേക്ക് വരും. അത് സാവകാശം എടുത്ത് കക്കൂസിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ തുടച്ച് വൃത്തിയാക്കേണ്ടി വരും. തുണി കൊണ്ട് വെള്ളത്തിൽ മുക്കി സോപ്പ് പതച്ച് നല്ലതുപോലെ വൃത്തിയാക്കേണ്ടി വരും. അങ്ങനെ വൃത്തിയാക്കുന്നയാൾ തീർച്ചയായും ഗ്ലൗസുകൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ അയാൾ തീർച്ചയായും മാസ്ക് ഉപയോഗിക്കണം. ഇതൊരു സ്വയം പ്രചോദിത പ്രവർത്തനമായിട്ട് ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് രോഗിക്ക് ആശ്വാസം കിട്ടുന്നത്. ഇത് കഴിഞ്ഞാൽ കുളിക്കുകയാണ് വേണ്ടത്. കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് കുളിക്കാം. എങ്ങനെ? അത് കിടക്കയിൽ കിടക്കുന്ന രോഗിയുടെ ഷീറ്റ് മാറ്റി അവിടെ റബ്ബർ കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഷീറ്റ് വിരിക്കണം. വിരിച്ചതിന് ശേഷം രോഗിയെ മലർത്തി കിടത്തി സോപ്പ് പതയിൽ മുക്കിയ തുണി പിഴിഞ്ഞ് ശരീരം തുടയ്ക്കുകയാണ് ചെയ്യുന്നത്. തുടയ്ക്കാൻ പറ്റും, തുടച്ചു കൊടുക്കണം. അപ്പോൾ ശരീരത്തിലെ അഴുക്കുകളെല്ലാം അത് നമുക്ക് തൂത്തെടുത്ത് വേറൊരു പാത്രത്തിലിടണം. വീണ്ടും മറ്റൊരു തുണി എടുത്ത് തുടയ്ക്കണം. അങ്ങനെ അഴുക്കുകൾ തുടച്ച തുണി മറ്റൊരു പാത്രത്തിലും പുതിയത് തുടയ്ക്കാനുള്ളവ നമ്മുടെ സാധാരണ പാത്രത്തിലും വെച്ച് വളരെ ഭംഗിയായിട്ട് തുടച്ച് വൃത്തിയാക്കാനായിട്ട് പറ്റും. പിന്നെ വസ്ത്രം ധരിപ്പിക്കുകയാണ്. സാധാരണ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒറ്റ വസ്ത്രമാണ് നല്ലത്. അതിനുവേണ്ടി പ്രത്യേകം പണിയിക്കേണ്ടി വരും. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒറ്റ വസ്ത്രം, അതാകുമ്പോൾ രോഗിയെ തിരിച്ചു കിടത്തി നമുക്ക് കൈകൾ അതിലൂടെ കൊണ്ടുവന്ന് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് നമ്മളെന്താ പറയുന്നത്? ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. ആഹാരം സാധാരണഗതിയിൽ
വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ കിടപ്പ് രോഗിക്ക് വേണ്ടത്ര രുചി ഉണ്ടാകുകയില്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലും ചെറിയ ചെറിയ പിന്നാക്കാവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ആഹാരം രുചികരമായി കൊടുക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ആഹാരം നമ്മൾ തയ്യാറാക്കും. ഓട്സ് കൊടുക്കുക. ഓട്സ് നല്ലതുപോലെ അടിച്ച് റെഡിയാക്കി എടുക്കണം. മിക്സിയിലൊക്കെ അടിച്ച് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് വളരെ ചെറിയ സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് രോഗിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ 1 മണിക്കൂറൊക്കെ എടുക്കും ഒരു ഗ്ലാസ് ഓട്സ് കുടിക്കാനായിട്ട്. അപ്പം അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാതെ വേണം അത് ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞാൽ രോഗിയെ പുറം ലോകമൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ്. സാധാരണയിൽ അതിന് പറ്റിയ കസേരകളൊക്കെ കിട്ടും. റോളർ പോലെ ഉള്ള കസേരകൾ. ആ കസേരയിൽ തന്നെ ചാരി കിടക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള സ്കേറ്റിങ്ങിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ഉരുണ്ടുപോകുന്നതിന് സഹായിക്കുന്ന വിധത്തിലുള്ള ഒരു ഉപകരണം സംഘടിപ്പിച്ച് രോഗിയെ അതിൽ കിടത്തി പതുക്കെ തള്ളി മുറ്റത്തും അതുപോലെ തന്നെ നമ്മുടെ വരാന്തയിലും ഒക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കൂട്ടത്തിൽ തന്നെ വെയിൽ കൊള്ളുക, അതുപോലുള്ള കാര്യങ്ങൾ നടക്കും. കാഴ്ച കാണുക, വെയിൽ കൊള്ളുക എന്നുള്ളതെല്ലാം നടക്കും. പിന്നെ രോഗിയെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നാൽ നേരത്തെ ഉള്ളതുപോലെ ബെഡൊക്കെ നല്ല വൃത്തിയാക്കി, ആ സമയത്താണ് നമ്മൾ രോഗിയെ പുറത്തേക്ക് കൊണ്ട് ബെഡ് വൃത്തിയാക്കി എടുക്കുന്നു. ചിലപ്പോൾ തലേ ദിവസം ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കിയോ വിസർജനം നടത്തിയതിൻ്റെ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. സാധാരണഗതിയിൽ വളരെ നൈപുണ്യമുള്ള ഒരാൾക്ക് അങ്ങനൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഒരു ഷീറ്റ് എന്നുള്ളത് മാത്രമേ നമുക്ക് സാധിക്കൂ. അന്നൊന്ന് കഴുകുകയും വേണം. അങ്ങനെയൊക്കെ രോഗിയെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ആഹാരത്തിൻ്റെ കാര്യത്തിൽ ദ്രവരൂപത്തിലുള്ള ആഹാരമാണ് എപ്പോഴും നല്ലത്. അപ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗിക്ക് സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ളൊരു പെരുമാറ്റം നമുക്കുണ്ടാകണം. ഇപ്പോഴൊക്കെയാണ് ഈ മൊബൈൽ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വാർത്തകൾ കേൾപ്പിച്ചു കൊടുക്കാം, പാട്ടുകൾ കേൾപ്പിച്ചു കൊടുക്കാം. എന്തൊക്കെയാണോ നമുക്ക് രോഗിയുടെ വിനോദത്തിനായി അല്ലെങ്കിൽ ആഹ്ലാദത്തിനായി ചെയ്യാവുന്ന അതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ചുരുക്കത്തിൽ കിടപ്പിലായ രോഗി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്. കാരണം നമുക്ക് ശുശ്രൂഷിക്കാനൊരു അവസരം കിട്ടുന്നു. നമ്മുടെ അച്ഛനെ, നമ്മുടെ അമ്മയെ, സഹോദരിയെ, സഹോദരനെ ഒക്കെ ശുശ്രൂഷിക്കാനുള്ള ദിവ്യമായ ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത്. അത് പാഴാക്കി കളയരുത്. അവരെ ശുശ്രൂഷിക്കുന്നതിൽ നമ്മൾ തീർച്ചയായും ആഹ്ലാദം കൊള്ളണം. മരുന്നുകൾ കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. അതിന് ചാർട്ടുണ്ടാക്കി നമ്മുടെ കിടപ്പുമുറിയിൽ തന്നെ വയ്ക്കാമല്ലോ. ഏതൊക്കെ രാവിലെ കൊടുക്കേണ്ടവ, ഉച്ചയ്ക്ക് കൊടുക്കേണ്ടവ, ആഹാരശേഷം കൊടുക്കേണ്ടവ, വൈകുന്നേരം കൊടുക്കേണ്ടവ എന്നിങ്ങനെയൊക്കെ തരംതിരിച്ച് നമുക്ക് തന്നെ വയ്ക്കാം. മുൻകൂട്ടി ഇതെല്ലാം കൃത്യമായി വയ്ക്കത്തക്ക രീതിയിലുള്ള പെട്ടികൾ ഇപ്പോൾ കിട്ടാറുണ്ട്, പ്ലാസ്റ്റിക് കൊണ്ടുള്ളത്. ഞായർ ടു ശനി ഉള്ള ദിവസം വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അടുക്കി വയ്ക്കത്തക്ക രീതിയിലുള്ള പെട്ടി കിട്ടാറുണ്ട്, പ്ലാസ്റ്റിക് കൊണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് മുൻകൂട്ടി എടുത്ത് വെച്ചിരുന്നാൽ മതി. തിങ്കളാഴ്ചത്തെ എടുക്കും, രാവിലെ ഉള്ളത് കൊടുക്കുന്നു. പിന്നെ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എന്നും ഒരേ സമയത്ത് തന്നെ മരുന്നുകൾ കൊടുക്കുക. അതിൻ്റെ ഫലമായിട്ട് ഒരു കൃത്യ സമയത്തോളം
രോഗിയുടെ ശരീരത്തിൽ ആ മരുന്നിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. 8 മണിക്കൂർ ഇടവിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 24 മണിക്കൂറും മരുന്നിൻ്റെ സാന്നിധ്യം രോഗിയുടെ ശരീരത്തിൽ ഉണ്ടാവുക വഴി പെട്ടെന്ന് തന്നെ രോഗവിമോചനം ഉണ്ടാകും. ഇപ്പോൾ കിടപ്പിലായ രോഗികൾക്ക് തീർച്ചയായും വീട്ടുകാർ തന്നെയാണ് പരിചരണം കൊടുക്കേണ്ടത്. അതിന് സാധ്യമാകാത്ത പക്ഷം ഹോം നേഴ്സുകളെ നമുക്ക് നമ്മുടെ റെഡ് ക്രോസ് അങ്ങനെ പരിശീലിപ്പിച്ചവരെ പ്രതിമാസം ഇത്ര രൂപ എന്ന നിരക്കിൽ നമ്മളുടെ വീട്ടിലെത്തിച്ചു തരും. ചില ഏജൻസികൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് അറിയാം. തീർച്ചയായും അവരെ നിർത്തണം. അല്ലാതെ എന്ത് ചെയ്യും? നമ്മുടെ അമ്മയെ ശുശ്രൂഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. എന്നിരുന്നാലും തൊഴിൽപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങൾ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. നന്ദി, നമസ്കാരം.